Hello guys, welcome back to my channel. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇവൻ ഗിവൺ ദ വേർഡ്ലെസ് സർപ്രൈസർ ക്ലാസ് ഐ എം ആക്ച്വലി ദ സ്ട്രോങ്സ്റ്റ് എന്ന ആനിമിയുടെ എപ്പിസോഡ് നമ്പർ 8 ആണ്. കഴിഞ്ഞ വീഡിയോയിന് നിങ്ങൾ 51 ലൈക്സ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് ചെറിയൊരു ടാർഗറ്റ് വെക്കുകയാണ്. 52 ലൈക്സ് ആണ് ഈ വീഡിയോയുടെ ടാർഗറ്റ്. അത് നിങ്ങൾ തരുമെന്ന് കരുതുന്നു. 52 ലൈക്സ് എപ്പോഴാകുന്നു അപ്പോൾ അടുത്ത വീഡിയോ അപ്ലോഡ് ആവുന്നതായിരിക്കും. 400 സബ്സ്ക്രൈബേഴ്സ് ആവാൻ 2 സബ്സ്ക്രൈബേഴ്സ് കൂടി മതി. അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ പിന്നെ ഇന്നിൻ്റെ ഓടി നിനക്ക് ആലിസിന് ഇഷ്ടമാണോ, അവരെല്ലാവരുമാണോ എന്ന് ചോദിക്കും. ഇന്നിന് എന്ത് പറയണമെന്ന് അറിയില്ല. അവൻ ഇവരുടെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇവിടെ വന്നത്. പക്ഷെ അവരവിടെയും വന്നു എന്ന് ചിന്തിക്കും. ഇന്ന് അവിടെ നിന്ന് മുങ്ങാൻ നോക്കുമ്പോൾ യൂറി പോവല്ല, പിന്നെ നീ ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് പിടിച്ചു വലിക്കും. ഉത്സവം നിങ്ങൾ അവനെ ഫോഴ്സ് ചെയ്യില്ലേ. ഇന്ന് രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോൾ അവർ പിന്നെയും യൂറിയെയും ഒന്ന് നോക്കും. ഹീറോ, നീ എന്തിനാ എൻ്റെ കാലിൽ ഇരിക്കുന്നത്? പിന്നെ നിന്റെ മുഖം ചുവക്കുന്നുണ്ടല്ലോ. പിന്നെ നിന്റെ കാൽ സോഫ്റ്റാണ്. യൂറി, എനിക്ക് സന്തോഷമായി. നിന്റെ മുഖം ചുവന്നിട്ട്. പിന്നെ നിനക്കൊന്നും മനസ്സിലായില്ലേ? ഇന്ന് പിന്നെ മാറ്റി എണീക്കുമ്പോൾ ആലിസ് അവനെ കെട്ടിപ്പിടിക്കും. ഇന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് ഇവിടെ നിന്നോടെ നിൽക്കണം. ഇന്ന് നിന്നെ സെൽഫ് അധികം പുഷ് ചെയ്യണ്ട. അവളല്ല, എനിക്ക് എപ്പോഴും നിന്റെ കൂടെ കഴിയണം. ഇന്നിനും ആലിസിനും കണ്ണോട് കണ്ണ് നോക്കുമ്പോൾ പിന്നെയും യൂറിയും ആലിസിനെ കെട്ടിപ്പിടിച്ച്, നിനക്ക് അഡ്വഞ്ചറിന് പോകണമല്ലേ യൂറി? എനിക്ക് നിങ്ങളോട് എപ്പോഴും കഴിയണം. ഇന്ന് ഇത് കേട്ട് സന്തോഷമാവും. അക്കഹാനെ അവളുടെ കാര്യം കഷ്ടമാണ് എന്ന് ആലിസിനെ കുറിച്ച് പറയും. ഇന്ന് ഉർസലയോട് ആലിസിൻ്റെ സ്പിരിറ്റ് കോർ മോഡിഫൈ ചെയ്യേണ്ട പ്രോസസ്സ് എന്താണ്? അക്കഹാനെ അവളുടെ സേജസ് സ്റ്റോൺ എന്നിന് കൊടുക്കും. എനിക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ടെലിപ്പോർട്ട് ആവാൻ പറ്റും. അതാണ് എൻ്റെ എബിലിറ്റി. ഉർസല അത് ഇന്നിൻ്റെ കണ്ണിൽ ചേർത്ത് അവൻ SSS റാങ്ക് ആവും. എനിക്ക് നിങ്ങളെ എപ്പോഴും കെയർ ചെയ്യണമെന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ കാൽ തടഞ്ഞ് ഇന്നിൻ്റെ ട്രൗസർ കഴിയും. ആലിസ്, ഞാനിത് ബുക്കിലൊന്നും കണ്ടിട്ടില്ല. യൂറി ഇത് കണ്ട് ബോധം കെട്ട് വീഴും. പിന്നീട് ഇന്നിൻ്റെ അടുത്ത് മേഘാൻ വരും. ജാസ്പറും മേഘാനും അവനെ കെട്ടിപ്പിടിക്കും. ഇങ്ങനെ നേരിട്ടുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. ജാസ്പർ, നിൻ്റെ ഡീമൺ റേസ് അങ്ങനെ പോകുന്നു? അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ വില്ലൻ പറഞ്ഞത് ഓർമ്മ വരും. അവൻ ഹ്യൂമൻ വേൾഡിൽ നിന്ന് പോയിട്ട് കുറേയായി. അവൻ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്തു. അവിടെ ഡീമൺസ് അപ്പിയർ ആവുന്നുണ്ട്. നിൻ്റെയോടെയുള്ള റിക്വസ്റ്റ് അതിനെ കൊല്ലണം. ഇതാണ് ഒരേയൊരു റിക്വസ്റ്റ്. ഇന്ന് ഞാൻ അവരെ രക്ഷിക്കും. ഉൾസറ, ഈ സ്ട്രേഞ്ചേഴ്സിനെ നീ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? നിങ്ങൾ രണ്ടുപേരും എന്നെ കണ്ടുമുട്ടിയപ്പോൾ ഞാനൊരു സ്ട്രേഞ്ചറായില്ലേ? എന്നിട്ടും നിങ്ങൾ എന്നെ സഹായിച്ചില്ലേ? എനിക്ക് എപ്പോഴും അത് ഓർമ്മയുണ്ടാവും. നിങ്ങളാണ് എന്നെ രക്ഷിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതും സ്ട്രോങ് ആക്കിയതും. യൂറിയും മറ്റുള്ളവരും നമുക്ക് അത് ചെയ്യാം. അവരെ രക്ഷിക്കും. ഉൾസറ, എനിക്ക് യൂറിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാനായിട്ട് നിന്നെ തടയുന്നില്ല. ഇനി ഞാനിത് നോക്കാം. ഞാൻ റേസിക് സിറ്റിയിലെ ഡീമൺസിനെ ഡിഫീറ്റ് ചെയ്യും. പിന്നീട് കുറേ ആളുകൾ നടന്നു പോകുന്നത് കാണിക്കും. ഒരുത്തി, എൻ്റെ അമ്മ സ്വർഗത്തിലേക്കാണോ പോയത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛന് സങ്കടം വീഴുന്നത് കാണിക്കും. അവർ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഭൂമി കുലുങ്ങും. അവർ ലോർഡ് ഹൈഡ്ര എത്തി എന്ന് പറഞ്ഞ് തല കുനിച്ച് നിൽക്കും. ഒരുത്തി, അതാരാണ്? അവളുടെ അച്ഛൻ അത് ദൈവത്തിൻ്റെ സെർവൻ്റാണ്, നമ്മുടെ വില്ലേജിനെ സംരക്ഷിക്കുന്നയാൾ. ഒരാൾ സമയമായി. അവളുടെ അച്ഛൻ നിന്നെ ഗോഡ് ഹെവനിൽ എത്തിക്കും. അവൾ, ഓക്കെ, ഞാൻ നിന്നെ വൈകാതെ കണ്ടുമുട്ടും. അമ്മയോട് കാത്തിരിക്കി. അവൾ, ഞാൻ നിങ്ങൾ അമ്മ ഹെവനിലേക്ക് പോയപ്പോൾ കരയുന്നത് കാണാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഹെവനിൽ പോയാൽ നിങ്ങൾ കരയില്ലെന്ന് എനിക്ക് വാക്ക് തരണമെന്ന് പറഞ്ഞ് കരയും. അവൾ എന്നിട്ട് അതിൻ്റെ അടുത്തേക്ക് ഓടും. ആ മോൺസ്റ്റർ കുറേയായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് വിശക്കുന്നു. അവൾ എന്നെ ഹെവനിൽ കൊണ്ടുപോ. അവളുടെ അച്ഛൻ, ഞാൻ നിന്നെ എവിടേക്കും വിടില്ലെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കും. അവിടെയുള്ള ആളുകൾ, നമ്മൾക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല ഇവളെ വിട്ടിട്ടില്ലെങ്കിൽ. അയാൾ എൻ്റെ മകൾക്ക് പകരം എന്നെ കഴിക്കും. മോൺസ്റ്റർ, ഞാൻ വുമണിനെയാണ് തിന്നുകയുള്ളൂ. നമ്മൾ തമ്മിൽ ഒരു ഡീൽ ഉണ്ടായിരുന്നു. മാസത്തിൽ ഒരു പെണ്ണിനെ തന്നിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വില്ലേജ് നശിപ്പിക്കുമെന്ന്. അത് തെറ്റിച്ചാൽ. ഇത് കേട്ട് അവിടെയുള്ള ആളുകൾ, നിങ്ങളുടെ മകളെ അതിന് കൊടുക്ക്. മോൺസ്റ്റർ എന്തോ പുക പുറത്തു വിട്ട് അവിടെയുള്ള ആളുകൾക്ക് ശ്വസിക്കാൻ സാധിക്കില്ല. മോൺസ്റ്റർ അവളെ തിന്നാൻ പോകുമ്പോൾ അവൾ എന്നെ രക്ഷിക്കെന്ന് പറഞ്ഞ് കാറും. പെട്ടെന്ന് അവിടെ ഇന്ന് മാസമായി വന്ന് ബാരിയർ വെച്ച് അതിനെ തടയും. ഉൾസർ അതിൻ്റെ വിവരങ്ങൾ പറയും. അത് പോയിസൺ വെച്ച് ആണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇനി യൂറിയോട് പറഞ്ഞ് യഗ്ഡ്രേസിൻ്റെ വെള്ളം വെച്ച് അവിടെയുള്ള ആളുകളെ പഴയ പോലെയാക്കും. മോൺസ്റ്റർ ഇത് കണ്ട് ഇത് ഇമ്പോസിബിൾ ആണെന്ന് ചിന്തിക്കും. ഇന്ന് ഞാൻ ഇതിനെ നോക്കാം. നിങ്ങൾ വേഗം ഓട്. മോൺസ്റ്റർ, നിങ്ങളിത് കേട്ടില്ലേ? എനിക്ക് അറിയില്ല നീ ആരാണെന്ന്. ഇന്ന് അവൻ്റെ സോഡ് കയ്യിലെടുക്കും.
ഹൈഡ്ര എന്നെ ഒന്നും ഇതുകൊണ്ട് തടയാൻ പറ്റില്ല. ഇന്ന് അതിനെ അങ്ങ് വെട്ടും. അവിടെയുള്ള ആളുകൾ ഇത് കണ്ട് ഷോക്കാവും. ഇവനാരാണ്? റോയൽ ക്യാപിറ്റലിലെ ഏഷ്യൻ ഡ്രാഗൺ സ്ലെയർ ലെജൻഡറി ഹീറോ ലോർഡ്. നീ യൂറിയുടെ സഹായമില്ലെങ്കിൽ അതിൻ്റെ പോയിസൺ കൊണ്ട് ചത്തുപോകും എന്ന് ഉൾസറ വന്ന് പറയും. ഇന്ന് ഷോക്കാവും. ഉൾസറ, ഞാനിതിൻ്റെ പോയിസണാണ് അപ്രൈസ് ചെയ്തത്. എന്നിട്ട് അവരെ രക്ഷിച്ച് അവരെല്ലാം നന്ദി പറയും. അവൻ എനിക്ക് ഈ സ്ഥലത്തിൻ്റെ ലോഡിനെ കാണണം എന്ന് പറയുമ്പോൾ അവൾ നിരാശയിൽ നിൽക്കുന്നത് കണ്ട് ഇവർക്ക് എന്തു പറ്റി? മറ്റവളുടെ അച്ഛൻ, നിങ്ങളിവിടെ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങളെല്ലാം മരിച്ചേനെ എന്ന് പറഞ്ഞ് പോവും. അവൾ ഓടി വന്ന് എന്നെ രക്ഷിച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് കരയും. അവനത് സാരമില്ല, അവൾ പിന്നെ കാണാം ഗോഡ് എന്ന് പറഞ്ഞ് പോവും. അവൻ ഇവിടുള്ള റോഡിനെ കാണേണ്ട സമയമായി. അവരവിടെ എത്തും. ഇന്ന് അവരോട് ഉള്ളിൽ എന്താണെന്നറിയില്ല, അതുകൊണ്ട് കണ്ണിൻ്റെ ഉള്ളിൽ കയറ്. അവൾ എന്ന് പറഞ്ഞതുപോലെ ചെയ്യും. ഇന്നതിൻ്റെ ഉള്ളിൽ കയറി. ഇവിടെ ആരുമില്ലേ? അപ്പോൾ ഒരുത്തൻ വന്ന്, നീ എന്നെ പരിചയപ്പെടുത്തുന്നു, ഞാൻ നിഗൻ ആണ്. ചായയും കുറച്ച് സ്വീറ്റ്സും അവന് കൊടുക്കും. ഇന്ന് അതിലെ ഒരു സ്വീറ്റ് എടുത്ത് തിന്നുമ്പോൾ എന്തോ ആവും. അവൻ, എങ്ങനെയുണ്ട് ടേസ്റ്റ്? അവനത് തിന്നും. അവൻ, സോറി, ഞാൻ പഞ്ചസാരയും ഉപ്പും ഒരുമിച്ച് ഇട്ടു. ഞാൻ വന്നത് ഒരു കാര്യം അറിയാനാണ്. ഇവിടെ എന്താണ് ഡീമൺസ് വരുന്നത്? അതെ, ഇവിടെ ഡീമൺസ് ഉണ്ട്. ഗൈഡിനോട് ഈ സ്ഥലം സേഫ് ആണെന്ന് പറയണം. ഞാൻ ഈ സ്ഥലം പെട്രോൾ ചെയ്യണോ? ഞാൻ ഹൈഡ്രയെ തോൽപ്പിച്ചു. പെട്ടെന്ന് നിഗൻ്റെ കയ്യിലുള്ള ചായക്കപ്പ് താഴെ വീണ് പൊട്ടും. അവൻ ഷോക്കാവും. നീ എന്താണ് ചെയ്തതെന്ന് അറിയുമോ? ഹൈഡ്ര ഇല്ലാതാകുന്നത് കൊണ്ട് മറ്റു മോൺസ്റ്റേഴ്സ് ഇവിടെ വരും, ഈ വില്ലേജ് നശിപ്പിക്കും. ഇന്ന് പക്ഷേ ഒരുപാട് ജീവനെ അതിന് ബലി കൊടുക്കേണ്ടി വന്നു. അത് എന്നൊരു ചെറിയ കുഞ്ഞിനെ തിന്നുമായിരുന്നു. നീഗൻ ഒരാളെ കൊന്നാലേ 100 ആളുകളെ രക്ഷിക്കാനാവൂ. അതുകൊണ്ട് നീ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. നീ ഇവിടുന്ന് പോകരുത്. എല്ലാവരും നിന്നെ അത്ര സ്ട്രോങ് അല്ല. ഞാനാണ് അച്ഛന് ശേഷം ഈ വില്ലേജ് നോക്കുന്നത്. ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവൻ പോകും. ഇന്ന് പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റായി ചെയ്തോ? യൂറി പറയും, നീ ചെയ്യുന്നത് നീ വിശ്വസിക്കുക. നീഗൻ, ഹൈഡ്ര മരിച്ചു. അതിന് പകരം മറ്റൊരാളെ റീപ്ലേസ് ചെയ്യാനാണ് എന്ന് ഷാഡോയോട് പറയും. ഷാഡോ, സമാധാനിക്ക്, ഇവിടെ പ്രശ്നം ഇന്നാണ്. അവൻ SS റാങ്ക്ഡ് ഏഷ്യൻ ഡ്രാഗനെ കൊന്നു. അവൻ മനുഷ്യനല്ല, അവൻ ഡീമൺ റേസിൻ്റെ ഭാഗമാണ്. നിനക്ക് ഈ വില്ലേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ഇനിനെ കൊല്ലണം. നീ എൻ്റെ റിക്വസ്റ്റ് തള്ളരുത്. ഞാൻ നിൻ്റെ ഫ്രണ്ട് ആണ്, എന്നെ വിശ്വസിക്ക്. നമുക്ക് അവനെ കൊല്ലാം. നന്ദി എന്ന് പറഞ്ഞു പോവും. ഹ്യൂമൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സിമ്പിളാണ്. അവസാനം സ്റ്റെപ്പായി ഞാൻ നിന്നെ ബോഡി ടേക്ക് ഓവർ ചെയ്യും എൻ്റെ പ്രിയ കൂട്ടുകാരാ എന്ന് ഷാഡോ പറയും. പിന്നീട് ഇന്നൊരു സ്ഥലത്ത് വന്ന് നിൽക്കും. അവിടെയുള്ള ഒരു സ്ത്രീയോട്, ഞാൻ ഗൈഡ് പറഞ്ഞു വന്നതാണ്. അവളത് കേട്ട് ഓടും. അവൻ മറ്റേ ജനങ്ങളെ കണ്ടത് ഓർക്കും. അവൻ കുറേ ആളുകളോട് ചോദിക്കുമെങ്കിലും അവർ ഒന്നും പറയാതെ പോവും. ഇന്ന് ഞാനെന്താണ് ചെയ്യും? എന്നിട്ട് ഒരാളോട് ചോദിക്കും. അയാൾ ആരും നിന്നോട് സംസാരിക്കില്ല. അഡ്വഞ്ചേഴ്സും സോൾജേഴ്സും ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. നീയും അവരെ പോലെയാണ്. എന്നിട്ട് അങ്ങോട്ട് നോക്ക്. ഹൈഡ്ര മരിച്ചത് കൊണ്ട് മോൺസ്റ്റേഴ്സ് വന്ന് ഞങ്ങളെ മോൺസ്റ്റേഴ്സ് കൊല്ലും. ഞങ്ങൾക്ക് ഒരു നോർമൽ ലൈഫ് വേണം. നീ വീട്ടിൽ പോ. ഇന്ന് അവിടെ പോകുമ്പോൾ നീ എന്താണ് ചെയ്യുന്നത്? ഇന്ന് അവൻ്റെ മാജിക് പവർ കൊണ്ട് നിലം കൊത്തി വിത്ത് ഇട്ട് ചെടി ഉണ്ടാക്കും. എന്നിട്ട് ഒരു വലിയ മതിലുണ്ടാക്കി. മോൺസ്റ്റേഴ്സ് വന്നാൽ ഇത് നിങ്ങളെ രക്ഷിക്കും. മറ്റെന്തെങ്കിലും വേണോ? ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. എന്നെ നിങ്ങളെ സഹായിക്കാൻ പറയണം. മറ്റവന് കരച്ചിൽ വരും. ഈ ഫീല് വരുന്നത് 2ാം തവണയാണ്. ആദ്യം നീഗൻ്റെ അച്ഛനായിരുന്നു. പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അവിടെ അയാൾ എല്ലാവരെയും രക്ഷിക്കണം. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. അവനത് ഓർക്കും. നീഗൻ വന്നതോടെ എല്ലാം പോയി. ഹൈഡ്ര വന്നു. അവൻ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി. ഈ രാജ്യത്തിൻ്റെ ഡിഫൻസ് പോയി. നന്ദി ഞങ്ങൾക്ക് ഇപ്പോഴൊരു പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞു പോവും. അവൻ നന്ദി. ഇന്ന് പെട്ടെന്ന് എന്തോ തെറ്റായി സംഭവിക്കുന്നതെന്ന് പോലെ തോന്നും. യൂറി, എന്താ? ഇന്ന് മോൺസ്റ്റേഴ്സ് വരുന്നു. നോക്കുമ്പോൾ ഒരുപാട് മോൺസ്റ്റേഴ്സ് അവിടെ വരും. നീഗൻ ഇത് കാണുന്നുണ്ടാവും. ഇന്ന് സാരമില്ല, ഈ വില്ലേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞാൻ ഇതിനെ കൊല്ലും എന്ന് പറയുന്നതോടെ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബും ചെയ്യേണ്ടതാണ്. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.